ഹായ് കൂട്ടരെ, അപ്പോൾ ഞാൻ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റൊന്നുമില്ല, നമ്മുടെ അടിപൊളി നല്ല ബീറ്റ്റൂട്ട് കൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനം 3 ഞാൻ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ മുളകും ബീറ്റ്റൂട്ടൊക്കെ നല്ലപോലെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളയാം കേട്ടോ. ആ പുറം തോടൊക്കെ ഒന്ന് ചെത്തിക്കളയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സവാളയും അതുപോലെ എരിവിന് ആവശ്യത്തിന് മുളകൊക്കെ കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞുമക്കൾക്ക് രാവിലെ, അതായത് കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ തയ്യാറാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു എരിവും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ സവാളയുടെ പുറം തോടൊക്കെ ഒന്ന് കളഞ്ഞു. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ പുറം തോടൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം ആദ്യം ഒന്ന് കേട്ടോ. കഴിയതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ പുറം തോടൊക്കെ ഒന്ന് ചെത്തുന്നത്. എന്നിട്ട് നമുക്കൊന്നുകൂടെ കഴുകിയെടുക്കാമേ. കഴുകി നല്ല ക്ലിയർ ആക്കി എടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, തീർച്ചയായിട്ടും വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക് പുരട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ഇതേപോലെ ഒന്ന് ഇതുവരെയും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിതിൽ ഇതിൻ്റെ പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പച്ചക്കറികൾ ഇതുപോലെ കുക്ക് ചെയ്യുന്നൊക്കെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരെ, പെട്ടെന്ന് തന്നെ കേട്ടോ, ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ഫാസ്റ്റ് എടുക്കാമേ. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് എടുക്കുമ്പോൾ നീളത്തിന് എടുക്കണം കേട്ടോ. നീളത്തിന് കുഞ്ഞു കുഞ്ഞ്, അതായത് തീരെ പൊടിയായിട്ടല്ല, അത് നമ്മൾ സാധാ എടുക്കുന്നില്ല, നമ്മൾ തോരനൊക്കെ എടുക്കുന്ന പോലെ അല്ല. ഇതുപോലെ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വീതിക്ക് കട്ട് ചെയ്യുക. പിന്നെ തിരിച്ച് ക്രോസായിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള ഇതിനുള്ള നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു രീതി തന്നെ കേട്ടോ, മെഴുക്ക് പുരട്ടിക്ക്. അല്ലെങ്കിൽ നമുക്ക് സാധാ തോരനൊക്കെ ഇടയിൽ അറിയാം, നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സൈസിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഈ ഒരു നീളത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. അങ്ങനെ ബീട്രൂട്ടും നമ്മളെ സവാളയും അതുപോലെ പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇനി അടുപ്പത്ത് ഞാനൊരു നല്ലൊരു ചീനച്ചട്ടി കഴുകി വെച്ചു കേട്ടോ. അത് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ഞങ്ങൾ വെളിയിൽ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കടുകൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലൂടെ ഒന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും മുളകും അതുപോലെ സവാളയൊക്കെ നമ്മൾ അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. സാധാ ഒരു നമ്മൾ വേവിക്കുന്ന പരുവത്തിൽ നിന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങ് പോകാം. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചങ്ങന്മാരെ, വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച ഇവിടെ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.